സത്യത്തിന്റെ സന്ദേശങ്ങളുമായി കൊണ്ട് പ്രവാചകൻ മക്കയ്ക്കാർക്ക് വന്നപ്പോൾ അത്രയും കാലം നീതിമാനായ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, എല്ലാവർക്കും അല്ലമീനായ സത്യസന്ധനായ മുഹമ്മദിനോട് വെറുപ്പായി, ദേഷ്യമായി, കോപമായി മുഹമ്മദ് പറയുന്ന ദൈവം അല്ലാഹുവാണ്. പക്ഷേ മക്കക്കാർക്ക് അല്ലാഹുവിന് പുറമെ വേറെയും ദൈവങ്ങളുണ്ട്. ലാത്ത ദൈവമാണ്, ഉസ്സ ദൈവമാണ്, മനാത്ത ദൈവമാണ്. പല പല ദൈവങ്ങളെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന മക്കക്കാർക്ക് ഏകനായ റബ്ബ് എന്ന് പറഞ്ഞപ്പോൾ അത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഖുറൈശികളിൽ പിശാചെന്നറിയപ്പെട്ട ഉമൈർ ഇബ്നു വഹബ് ഉണ്ട്. മക്കക്കാർക്ക് പിശാചാണ്, ഖുറൈശികളുടെ ശൈത്താനാണ്. അറിയപ്പെട്ട പേരതാണ്. മക്കക്കാർക്ക് ഉമൈർ ഇബ്നു വഹബിനോട് സ്നേഹമാണ്. കാരണം എല്ലാ കാര്യങ്ങളും രഹസ്യമായത്, മുഹമ്മദിന്റെ ആളുകളുടെ രഹസ്യമായ സഞ്ചാരങ്ങളുടെ കാര്യങ്ങളൊക്കെ അബൂജാഹിലിന് എത്തിച്ചു കൊടുക്കുന്ന ആളാണ് ഉമൈർ ഇബ്നു വഹബ്. ബദർ യുദ്ധം നടക്കുമ്പോൾ ബദറിലേക്ക് പുറപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബികളുടെയും ചലനങ്ങൾ അറിയാൻ മക്കക്കാര് നിയമിച്ച ആള് ഉമൈർ ഇബ്നു വഹബിനെയാണ്. അബൂജാഹില് പറഞ്ഞു, ഉമൈറേ, നീ പോയിട്ട് മദീനയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന മുഹമ്മദിന്റെ അനുയായികളുടെ കണക്കൊന്നെടുത്തു വാ. അവർ എത്ര ആളുകളുണ്ട്, അവരുടെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അവരെ പരാജയപ്പെടുത്താൻ നാം എന്തൊക്കെ ചെയ്യണം. അബൂജാഹിൽ ഉമൈർ ഇബ്നു വഹബിനെ ഏൽപ്പിക്കുകയാണ്. ഉമൈർ ഇബ്നു വഹബ് ചെല്ലുകയാണ്. എന്നിട്ട് ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അബൂജഹലിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, മക്കക്കാരെ, മുഹമ്മദിന്റെ കൂടെ 300 ചില്ലാനം ആളുകളെ വരുന്നുള്ളൂ. പക്ഷെ അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, അഭ്യാസങ്ങളൊക്കെ വളരെ വളരെ കുറവാണ്. പക്ഷേ നമുക്കിവിടെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവര് മരണം ഭയപ്പെടാതെ വരുന്നവരാണ്, മരണത്തെ ഭയപ്പെടാത്തവരാണ്, ധീരരാണവര്. മരിച്ചാലും വേണ്ടില്ല, മരിച്ചാൽ സ്വർഗത്തിലാണെന്നാണ് മുഹമ്മദ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മരണം ഭയപ്പെടാത്തവരോട് ഏറ്റുമുട്ടാൻ നമുക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. അബൂജാഹിൽ ഉടനെ തന്നെ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, മക്കക്കാരെ പേടിക്കണ്ട, ഉമൈറിന്റെ വാക്ക് കേട്ട് നിങ്ങൾ ഭയപ്പെടുകയാണോ? 1000-ലധികം വരുന്ന ഈ സേനയോട് ഏറ്റുമുട്ടാൻ, മക്കയിൽ നിന്ന് പുറപ്പെടുന്ന ഈ ഗജവീരന്മാരോട് ഏറ്റുമുട്ടാൻ മുഹമ്മദിന്റെ ആളുകളുടെ ഭാഗത്തെവിടെയാണ് ആയുധങ്ങളുള്ളത്? കുറഞ്ഞ ആളുകളല്ലേ അവരുള്ളൂ, അവരെ നമുക്ക് പരാജയപ്പെടുത്തി കളയാം. അബൂജാഹിലിന്റെ നിർദ്ദേശം കേട്ട് മക്കക്കാര് പുറപ്പെട്ടു. അവസാനം ബദറിൽ വെച്ചുകൊണ്ടതാ അവര് പരാജയം ഏറ്റുവാങ്ങുകയാണ്. അബൂജാഹിലും മരിച്ചു, ഉത്ബത്ത് മരിച്ചു, ഷൈബത്ത് മരിച്ചു. അവരൊക്കെ ബദറിന്റെ രണാങ്കളത്തിൽ പടഞ്ഞു വീണ് മരിച്ചപ്പോൾ രംഗം വഷളാകുന്നത് കണ്ടപ്പോൾ ചില ആളുകളൊക്കെ ഓടി രക്ഷപ്പെടുകയാണ്. കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഉമൈർ ഇബ്നു വഹബ്. ഉമൈർ ഇബ്നു വഹബ് ഓടി രക്ഷപ്പെട്ടെങ്കിലും ഉമൈറിന്റെ മകനെ അതാ ബദർ യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെട്ടിരിക്കുന്നു. ഉമൈർ മക്കയിൽ ചെന്നു നിരാശവാനായിക്കൊണ്ട് മക്കയിൽ കഅബാലയത്തിന്റെ പരിസരത്തിരുന്നു കൊണ്ട് വിങ്ങിപ്പൊട്ടിക്കരയുകയാണ്. ആ സമയത്താണ് കൂടെ കൂട്ടുകാരനായ സഫ്വാനും അരികിലേക്ക് വന്നുകൊണ്ട് ഉമൈറിനോട് ചോദിക്കുകയാണ്, ഉമൈറേ, എന്തിനാണ് കരയുന്നത്? ഉമൈർ പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിലുള്ള നേതാക്കളൊക്കെ കൊല്ലപ്പെട്ടു പോയി, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരണപ്പെട്ടു പോയി, നമുക്കെന്തിനാ ഇനി ജീവിതം? നമ്മൾ എന്തിനു വേണ്ടിയാ ജീവിക്കുന്നത്? ആണുങ്ങളായി നമ്മൾ മക്കയിലൂടെ നടക്കുമ്പോ എത്ര വിധവകളാ മക്കയിലുള്ളത്, എത്ര പാവപ്പെട്ട കുഞ്ഞുങ്ങളാ മക്കയിലുള്ളത്. നമ്മളൊക്കെ ആണുങ്ങളാന്നും പറഞ്ഞ് നടക്കാൻ നമുക്ക് ഉളുപ്പില്ലേ, മടിയില്ലേ? എന്താണടാ സഫ്വാനെ നമ്മൾ ചെയ്യുക? സഫ്വാന് പറഞ്ഞു, ഇനി എന്ത് ചെയ്യാനാ നമ്മള്? ഉമൈർ ഉടനെ തന്നെ പറഞ്ഞു, എന്റെ ഭാര്യ, എന്റെ കുഞ്ഞുമക്കള്, എന്റെ കുടുംബങ്ങള്, അവരൊക്കെ ഞാൻ ഇവിടുന്ന് പോയാൽ അനാഥരായി മാറുമല്ലോ, അവരൊക്കെ പട്ടിണി കിടക്കുമല്ലോ. ഞാനില്ലായിരുന്നുവെങ്കിൽ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാനാരാണ്? അവരെ നോക്കാനാരാണ്? അവർക്ക് സംരക്ഷണം കൊടുക്കാനാരാണ്? അതില്ലായിരുന്നുവെങ്കിൽ അവരെ ഏറ്റെടുക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ
ആയിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ മക്കയിലേക്ക് ചെല്ലുമായിരുന്നു. നമ്മളെ മുഴുവനും ആക്ഷേപിക്കുന്ന, മക്കക്കാർക്കൊരു ബുദ്ധിമുട്ടായി വന്ന, മക്കയിലെ നമ്മുടെ നേതാക്കളെ കൊന്നുകളഞ്ഞ മുഹമ്മദിന്റെ തലയെടുത്തുകൊണ്ട് ഞാൻ വരുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സഫ്വാന് പറഞ്ഞു, ഉമൈറേ, എന്നാൽ നീ പേടിക്കണ്ട, നിന്റെ മക്കളുടെ കാര്യത്തിൽ ബേജാറ് വേണ്ട, നിന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ വിഷമം വേണ്ട, നിനക്കെന്ത് പ്രതിസന്ധിയാണ്? എല്ലാ കാര്യങ്ങളും ഞാനിതാ ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മുടെ നേതാക്കളെ കൊന്നുകളഞ്ഞ, നമ്മുടെ പ്രിയപ്പെട്ടവരെ കൊന്നുകളഞ്ഞ മുഹമ്മദിന്റെ തലയെടുത്തുകൊണ്ട് നീ മക്കയിലേക്ക് തിരിച്ചു വരിക, ധൈര്യമായിട്ട് ചെല്ലടാ ഉമൈറേ. സഫ്വാൻ പറഞ്ഞപ്പോൾ ഉമൈർ പറഞ്ഞു, എന്നാൽ നമുക്കൊരു പണി ചെയ്യാം, മുഹമ്മദിനെ കൊന്നുകളയാം. ഒരു വാളിൽ അതാ വിഷത്തിലൂട്ടിയിരിക്കുകയാണ് വാള്. ആ വിഷത്തിലൂട്ടിയ മൂർച്ചയേറിയ വാളുമായി കൊണ്ട് ഉമൈർ പുറപ്പെടുകയാണ് മുഹമ്മദിന്റെ തലയെടുക്കാൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പുറപ്പെടുകയാണ്. സഫ്വാൻ യാത്ര അയക്കുകയാണ്. മദീനയിലേക്ക് എത്തുമ്പോൾ മദീനത്തെ പള്ളിയുടെ തൊട്ടടുത്തിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും സഹാബത്തും മദീനയിലേക്ക് ഒരു അജ്ഞാതനായ മനുഷ്യൻ കടന്നു വരുന്നത് കണ്ടപ്പോൾ അവർ ആ ഭാഗത്തേക്ക് നോക്കി. മദീനത്തെ പള്ളിയുടെ തൊട്ടടുത്തതാ വന്നുകൊണ്ട് കുതിരപ്പുറത്തു നിന്ന് ഇറങ്ങുകയാണ് ഉമൈർ ഇബ്നു വഹബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമൈറിനെ ഒന്ന് നോക്കി. അത് ഖുറൈശികളിലെ പിശാച് എന്നറിയപ്പെടുന്ന ഉമൈറല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് എഴുന്നേറ്റു. എന്തോ ഒരു ഗൂഢമായ തന്ത്രമുണ്ട്, ചതിയനാണവൻ, കൊടും ക്രൂരനാണവൻ, സൂക്ഷിക്കുക സ്വഹാബത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അരികിലേക്ക് ഓടുകയാണ്. യാ റസൂലല്ലാഹ്, ഖുറൈശികളിലെ പിശാച് എന്നറിയപ്പെടുന്ന ഉമൈർ ഇബ്നുൽ വഹബ് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ഉമൈറിനെ എന്റെ മുന്നിലേക്ക് ഹാജരാക്കുവിൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരിച്ച് സ്വഹാബാക്കളുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, സ്വഹാബാക്കളെ, നിങ്ങൾ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് ചൊല്ലുക, ഞാൻ ഉമൈറുമായിട്ട് റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വരാം. സ്വഹാബാക്കളെ ഹബീബിന്റെ ചാരത്തേക്ക് പറഞ്ഞയച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമൈർ ഇബ്നുൽ വഹബിന്റെ അരികിലേക്ക് ചൊല്ലുകയാണ്. എന്നിട്ട് ഉമൈർ ഇബ്നുൽ വഹബിന്റെ അരികിൽ ചെന്നുകൊണ്ട് വാളും ഊരിയെടുത്തിട്ട് ഉമൈറിനെ നേരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നടക്കടാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ഉമൈർ ഒന്ന് പതറിപ്പോയി. ആ ഉമൈർ ഇബ്നുൽ വഹബ് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അരികിൽ നിന്നുകൊണ്ട് പേടിച്ചു വിറച്ചുകൊണ്ട് നടന്ന് നീങ്ങുകയാണ്. റസൂലുള്ളാഹിന്റെ അരികിലേക്ക് എത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമറേ, മാറി നിൽക്ക്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാള് തായോട്ട് താഴ്ത്തിക്കൊണ്ടൊരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയാണ്. റസൂലുള്ള ചോദിച്ചു, ഉമൈറേ, എന്താ നിന്റെ ആഗമന ഉദ്ദേശം? മുഹമ്മദേ, എന്റെ മകൻ നിന്റെ തടവറയിലല്ലേ? ബദറിന്റെ തടവുകാരെ പിടിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ എന്റെ മകനുമുണ്ട്. ആ മകനെ കൂട്ടാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ മകനെ എനിക്കൊന്ന് കാണാനൊക്കുമോ? റസൂലുള്ള ചോദിച്ചു, നിന്റെ മകനെ തേടിയാണോ നീ വന്നത്? അതേ മുഹമ്മദേ, എന്റെ മകനെ തേടി വന്നവനാണ് ഞാൻ. റസൂലുള്ള പറഞ്ഞു, കളവ് പറയരുത്. നീ നിന്റെ മകനെ തേടിയാണ് വന്നതെങ്കിൽ നിനക്കെന്തിനാ വാള്? ഉമൈർ പറഞ്ഞു, വാളുണ്ടായിട്ട് എന്ത് ഫലം? ഈ ശപിക്കപ്പെട്ട വാളന്റെ കൂടെ ഉണ്ടായിട്ടും എന്റെ മകൻ നിന്റെ തടവറയിലല്ലേ? മക്കയിലുള്ള ഗജപോക്കിരികളൊക്കെ കൊല്ലപ്പെട്ടു പോയില്ലേ? ഈ വാളുണ്ടായിട്ട് എന്ത് ഉപകാരം മുഹമ്മദേ? അല്ലാഹുവിന്റെ റസൂല് വീണ്ടും ചോദിച്ചു, കളവ് പറയല്ല ഉമൈറേ, എന്തിനാണ് നീ വന്നിരിക്കുന്നത്? സത്യം പറ. ഉമൈർ പറഞ്ഞു, എന്റെ മകനെ കാണാനല്ലാതെ മറ്റൊരു ഉദ്ദേശവും എനിക്കില്ല മുഹമ്മദേ, സത്യമാ. റസൂലുള്ള പറഞ്ഞു, അല്ല, നീ കഅബാലയത്തിന്റെ പരിസരത്ത് നിന്നുകൊണ്ട് സഫ്വാനോടുകൂടെ കൂടിയാലോചന നടത്തിയത് എന്റെ തലയെടുക്കാനല്ലേ? ഈ മുഹമ്മദിന്റെ തലയെടുത്തിട്ട് മക്കയിൽ ചെല്ലാനല്ലേ? ഞെട്ടിപ്പോയി ഉമൈർ ഇബ്നുൽ വഹബ്. ഉമൈർ പറഞ്ഞു, സത്യമാണ് മുഹമ്മദേ, സത്യമാ മുഹമ്മദേ, നീ ഇതെങ്ങനെ അറിഞ്ഞു?
ജിബ്രീലിന്റെ സന്ദേശം വന്ന കഥ അല്ലാഹുവിന്റെ റസൂൽ ഉമൈർ ബിൻ വഹബിനോട് പറഞ്ഞപ്പോൾ ഉമൈറിന് അത്ഭുതത്തോടുകൂടെ ഉമൈർ പറഞ്ഞു, നീ മുഹമ്മദ് സാധാരണക്കാരനല്ല, നീ പ്രവാചകൻ തന്നെയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇസ്ലാം സ്വീകരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇത്രയും കാലം അങ്ങയെ ഉപദ്രവിക്കാൻ അള്ളാഹുവിന്റെ ശത്രുവായിരുന്നു ഞാൻ. എത്രയെത്ര മുസ്ലിമീങ്ങളെയാണ് ഞാൻ ക്രൂരമായ നിലക്ക് ഉപദ്രവിച്ചത്. ഇനി മുതൽ അള്ളാഹുവിന് വേണ്ടി ഞാൻ പടപൊരുതും, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഞാൻ ജീവിക്കും യാ റസൂലല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമൈറേ, നീ മദീനയുടെ പള്ളിക്കരികിലേക്ക് വന്നപ്പോൾ ഒരു പന്നിയേക്കാൾ നിന്നെ ഞാൻ വെറുത്തിരുന്നു. പക്ഷേ എന്റെ മക്കളെക്കാൾ എനിക്ക് നിന്നോട് സ്നേഹമാ ഉമൈറേ. അവരെക്കാൾ കൂടുതൽ ഞാൻ ഇപ്പോൾ നിന്നെ സ്നേഹിക്കുന്നു ഉമൈറേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആ സമയത്ത് മക്കയിലെ കഅബയുടെ അരികിൽ വെച്ചുകൊണ്ട് സഫ്വാൻ കാത്തിരിക്കുന്നത് ആരെയാണ്? മുഹമ്മദിന്റെ തലയുമായി കൊണ്ട് ഉമൈർ ഇപ്പോ വരും. അവിടെയുള്ള കൂടി നിൽക്കുന്ന ആളുകളോടൊക്കെ സഫ്വാന് പറയും, അധികം വൈകാതെ മക്കക്കാർക്കൊരു സന്തോഷ വാർത്ത വരാനിരിക്കുന്നു. മദീനയുടെ ഭാഗത്ത് നിന്ന് ഏത് കച്ചവട സംഘം മക്കയിൽ വന്നാലും സഫ്വാൻ ഓടിയെത്തും, ഉമൈറവിടെ. സഫ്വാൻ ഉമൈറിനെയും കാത്തുകൊണ്ടിരിക്കുകയാണ്. മക്കയിൽ കഅബാലയത്തിന്റെ ചുറ്റുഭാഗവും ഓടി നടക്കുകയാണ്. മദീനയിൽ നിന്ന് ഏത് യാത്രാ സംഘം എത്തിയാലും സഫ്വാൻ തിരയുന്നത് ഉമൈറിനെയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. ഉമൈറിനെ കാത്തുകൊണ്ട് സഫ്വാൻ നിരാശനായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കച്ചവട സംഘം അവിടേക്ക് എത്തുന്നത്. ആ കച്ചവട സംഘത്തിന്റെ അരികിലേക്ക് സഫ്വാൻ പാഞ്ഞു ചെന്നുകൊണ്ട് ചോദിച്ചു, വല്ല വാർത്തയുമുണ്ടോ? എന്റെ കൂട്ടുകാരനായ ഉമൈർ ബിൻ വഹബ് മദീനയിൽ ചെന്നിട്ട് ദിവസങ്ങളായി, അവനെ കുറിച്ച് വല്ല വാർത്തയുമുണ്ടോ? അവൻ ജീവിച്ചിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയോ? ആ യാത്രാ സംഘത്തിൽപ്പെട്ട ആള് പറഞ്ഞു, സഫ്വാനെ, ഉമൈറും മുഹമ്മദിന്റെ പക്ഷത്തിൽ ചേർന്നടാ. ഉമൈർ ഇസ്ലാം മതം സ്വീകരിച്ചടാ. സഫ്വാന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിച്ചിറങ്ങുകയാണ്. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ ഉമൈറും മുസ്ലിമായോ? ഉമൈർ ഇസ്ലാം മതം സ്വീകരിച്ചോ? വിഷമത്തോടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അവൻ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. തന്റെ പ്രിയപ്പെട്ടവരൊക്കെ കൊല്ലപ്പെട്ടു പോയി. മുഹമ്മദിന്റെ തലയെടുക്കാൻ പോയ തന്റെ സന്തത സഹചാരിയായ കൂട്ടുകാരനായ ഉമൈറും മുസ്ലിമായി. ഇതിനേക്കാൾ വലിയ വിഷമം ഇനി നേരിടാറില്ലല്ലോ. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഉമൈറിന്റെ വാർത്ത കേട്ട സഫ്വാൻ വീട്ടിലിരിപ്പാണ് ദിവസങ്ങളോളം. അപ്പയാണ് ഉമൈർ ബിൻ വഹബ് മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരികയാണ്. വാർത്ത അറിഞ്ഞ സഫ്വാന് വല്ലാത്ത ദേഷ്യം തോന്നി. ഉമൈറെങ്ങാനും മക്കയിൽ കാലുകുത്തിയാൽ അവനെ കൊന്നുകളയണം. സഫ്വാൻ വാൾ വലിച്ചൂരിയെടുത്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഉമൈർ അതാ മുന്നിൽ നിൽക്കുന്നു. വാൾ ഊരിയെടുത്തുകൊണ്ട് ഉമൈറിന്റെ നേരെ പാഞ്ഞെടുക്കുകയാണ്. ഉമൈർ ബിൻ വഹബ് സഫ്വാൻ ബിൻ ഉമയ്യത്തിന്റെ നേരെയും പാഞ്ഞെടുക്കുകയാണ്. സഫ്വാൻ അതാ ഊരി പിടിച്ച വാളെടുത്തിട്ട് ഉമൈറിന്റെ നേരെ ഒറ്റ വെട്ടങ്ങ് വെട്ടിയപ്പോൾ ഉമൈർ ബിൻ വഹബ് റളിയല്ലാഹു അൻഹു വാളങ്ങെടുത്തിട്ട് ആ സഫ്വാന്റെ വാളിന് നേരെ അങ്ങ് വീശിയപ്പോൾ രണ്ട് വാളുകളും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ചുലിം എന്നൊരൊറ്റ തെറിക്കലങ്ങ് തെറിച്ചു പോയപ്പോ സഫ്വാൻ എന്ത് ചെയ്തു? ആ വാളങ്ങെടുത്തിട്ട് ഓടുകയാണ്. അസഭ്യവാക്കുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടി അകലുകയാണ്. ഉമൈർ ബിൻ വഹബ് മക്കയുടെ തെരുവോരങ്ങളിലൂടെ ചുറ്റിക്കറങ്ങി പരിചയമുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തുകയാണ്. മുഹമ്മദ് ക്രൂരനല്ല, മുഹമ്മദ് ദയാലുവാണ്.
ഇസ്ലാം സത്യമാണ്, സത്യസന്ദേശമാണ്, സ്നേഹമാണ്. ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. ഒരു കൂട്ടം ആളുകളുമായി കൊണ്ട് ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഉമൈർ ഇബ്നു വഹബിന്റെ കാരണം കൊണ്ട് പല ആളുകളും ഇസ്ലാമിലേക്ക് പലപ്പോഴായി കടന്നു വന്നിട്ടുണ്ട്. ഉമൈർ ഇബ്നു വഹബിന് വല്ലാത്ത സ്നേഹമാണ് സഫ്വാനോട്. പക്ഷേ സഫ്വാൻ എങ്ങനെയെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വരണം. തന്റെ കൂട്ടുകാരനാണ് സഫ്വാൻ. അവനെ അങ്ങനെ വെറുതെ വിട്ടുകൂടാ. അവനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം. ഉമൈറിന്റെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹമാണ്. മക്കം ഫതഹിന്റെ അന്ന് സഫ്വാൻ തന്റെ കൂട്ടുകുടുംബങ്ങളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കിനി മക്കയിൽ ജീവിക്കാൻ കഴിയില്ല. മക്കദാ മുഹമ്മദിന്റെ കരങ്ങളിലേക്ക് അമർന്നിരിക്കുകയാണ്. ഇസ്ലാം മക്കയിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് മക്കയിൽ ജീവിക്കാനൊക്കില്ല. നമുക്ക് ഈ നാട് വിടണം. തന്റെ കുടുംബങ്ങളുമായി കൊണ്ട് തനിക്ക് കിട്ടിയിരിക്കുന്ന വസ്തുക്കളൊക്കെ വാരി വലിച്ചെടുത്തിട്ട് മക്കയിൽ നിന്ന് ഒളിച്ചോടാൻ തീരുമാനിച്ചിരിക്കുകയാണ് സഫ്വാൻ. ഉമൈർ ഇബ്നു വഹബ് വിവരമറിഞ്ഞു. അതാ സഫ്വാന്റെ നീക്കുപോക്കുകൾ അറിഞ്ഞുകൊണ്ട് ഉമൈർ സഫ്വാനെ പിടിക്കുകയാണ്. സഫ്വാനെ പിടിച്ചുകൊണ്ട് നേരെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഹാജരാക്കുകയാണ്. എന്നിട്ട് ഉമൈർ പറഞ്ഞു, സഫ്വാന് നാടുവിടുകയാണ്, അവൻ അങ്ങനെ വിട്ടുകൂടാ. സഫ്വാൻ പറഞ്ഞു, ഞങ്ങൾ ഒന്നും ചെയ്യരുതേ, ഞങ്ങൾ എവിടെയെങ്കിലും പോയിക്കൊണ്ട് സ്വസ്ഥമായി ജീവിച്ചു കൊള്ളാം. നിനക്കൊരു ഉപദ്രവം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല. റസൂലുള്ള ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സഫ്വാനെ, നിന്നെ കൊല്ലുമെന്ന് പേടിച്ചുകൊണ്ടല്ലേ നീ മക്ക വിട്ട് നാടുവിടുന്നത്, നിന്റെ കുടുംബങ്ങളുമായി കൊണ്ട്. സഫ്വാനെ, അങ്ങനെ ഞങ്ങൾ ആരെയും ഉപദ്രവിക്കുന്നവരല്ല. നീ മക്കയിൽ തന്നെ താമസിച്ചു കൊള്ളുക. നിനക്കൊരു ബുദ്ധിമുട്ടും ആരും ഉണ്ടാക്കുകയില്ല. നീ മുസ്ലിമാവണമെന്നൊന്നും ആരും നിന്നെ നിർബന്ധിക്കില്ല. നീ സ്വസ്ഥമായിട്ട് മക്കയിൽ തന്നെ ജീവിച്ചോ. മുസ്ലിമീങ്ങൾ ആദായപ്പെടുത്തുമ്പോ മാത്രമേ അവര് തിരിച്ചടിക്കുകയുള്ളൂ. ഒരാളും വെറുതെ ആക്രമിക്കില്ല സഫ്വാനെ. സഫ്വാൻ മക്കയിൽ തന്നെ താമസിക്കുകയാണ്. മാസങ്ങൾ തികയുന്നതിന് മുമ്പ് റസൂലുള്ളാഹിന്റെ ചാരത്തേക്ക് സഫ്വാൻ തങ്ങൾ വന്നുകൊണ്ട് പറഞ്ഞു, മുഹമ്മദേ, നീ ക്രൂരനാണെന്നാണ് ഞങ്ങൾ കരുതിയത്. നിന്റെ ആളുകൾ ക്രൂരന്മാരാണെന്നാണ് ഞങ്ങൾ കരുതിയത്. നീ സമാധാനത്തിന്റെ ദൂതനാണ്, സത്യസന്ധനാണ്. പരിശുദ്ധ ഇസ്ലാം സത്യമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സഫ്വാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് സന്തോഷത്തിന്റെ കണ്ണുനീരിറങ്ങുകയാണ്. സഫ്വാൻ തങ്ങളെ ആലിംഗനം ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സഫ്വാനും ഉമൈർ തങ്ങളും കൂടെ ഇസ്ലാമിന്റെ പ്രബോധനം തുടരുകയാണ്. മഹാന്മാരായ സ്വഹാബാക്കളുടെ പാത പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.